എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 15ാമത്തെ വീഡിയോയാണിത്. വെൽക്കം ബാക്ക്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 25 വരെ വാക്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആദ്യം തന്നെ ചോദ്യങ്ങളെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം. തുടർന്ന് വചനഭാഗത്തിലേക്കും ഉത്തരങ്ങളിലേക്കും മടങ്ങി വരാം. ചോദ്യം 1. എത്ര ദുഷ്ടാത്മാക്കളാണ് മഗ്ദലേന മറിയത്തിൽ നിന്ന് വിട്ടുപോയിരുന്നത്? 2. യോവാന്ന ആരുടെ ഭാര്യയായിരുന്നു? 3. കൂസ എന്തു ജോലിയാണ് ചെയ്തിരുന്നത്? 4. യേശുവിനെ അനുഗമിച്ച സ്ത്രീകളിൽ മഗ്ദലേന മറിയവും യോവാനയും കൂടാതെ മറ്റാരുടെ പേരാണ് സുവിശേഷകൻ പറയുന്നത്? 5. ലൂക്ക 8-ാം അധ്യായം 4 മുതൽ 7 വരെ വാക്യങ്ങളുടെ ശീർഷകം എന്ത്? 6. പാറമേൽ വീണ വിത്തുകൾക്ക് എന്താണ് സംഭവിച്ചത്? 7. വിതക്കാരന്റെ ഉപമയിലെ വിത്ത് എന്താണ്? 8. ദീപം എവിടെയാണ് വെക്കുന്നതെന്നാണ് ഈശോ പറഞ്ഞത്? 9. ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആരാണെന്നാണ് യേശു പറഞ്ഞത്? 10. തടാകത്തിൽ കൊടുങ്കാറ്റുണ്ടായപ്പോൾ യേശു എന്തു ചെയ്യുകയായിരുന്നു? പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ് നമ്മൾ പരിശോധിച്ചത്. ഇനി വചനഭാഗത്തിലൂടെ കടന്നുപോകാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 8-ാം അധ്യായം. അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. 12 പേരും അവനോട് കൂടെ ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റ് വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലേന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹേറോദേസിന്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവാനയും സൂസന്നയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. പല പട്ടണങ്ങളിലും നിന്ന് വന്നുകൂടിയ വലിയ ഒരു ജനക്കൂട്ടത്തോട് ഉപമയിലൂടെ അവൻ അരുൾ ചെയ്തു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു. ആളുകൾ അത് ചവിട്ടിക്കളയുകയും പക്ഷികൾ വന്ന് തിന്നുകയും ചെയ്തു. ചിലത് പാറമേൽ വീണു. അത് മുളച്ചു വളർന്നെങ്കിലും നനവില്ലാതിരുന്നതുകൊണ്ട് ഉണങ്ങിപ്പോയി. ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. ചിലത് നല്ല നിലത്തു വീണു. അത് വളർന്ന് 100 മേനി ഫലം പുറപ്പെടുവിച്ചു. തുടർന്ന് അവൻ സ്വരമുയർത്തി പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ ഉപമയുടെ അർത്ഥമെന്തെന്ന് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. മറ്റുള്ളവർക്കാകട്ടെ അവ ഉപമകളിലൂടെ നൽകപ്പെടുന്നു. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത്. ഉപമ ഇതാണ്: വിത്ത് ദൈവവചനമാണ്. ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. ഇവരാണ് വഴിയരികിൽ വീണ വിത്ത്. പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണുപോകുന്നു. മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിതക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ്. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല. അറിയപ്പെടാതെയും വെളിച്ചത്ത് വരാതെയും ഇരിക്കുന്ന രഹസ്യവുമില്ല. ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ ഉള്ളവന് പിന്നെയും നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്നവൻ വിചാരിക്കുന്നത് കൂടെയും എടുക്കപ്പെടും. അവന്റെ അമ്മയും സഹോദരരും അവനെ കാണാൻ വന്നു. എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല.
നിന്റെ അമ്മയും സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നുവെന്ന് അവർ അവനെ അറിയിച്ചു. അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എന്റെ അമ്മയും സഹോദരരും. ഒരു ദിവസം യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി. നമുക്ക് തടാകത്തിന്റെ മറുകരയ്ക്ക് പോകാമെന്ന് അവൻ പറഞ്ഞു. അവർ പുറപ്പെട്ടു. അവർ തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ തടാകത്തിൽ കൊടുങ്കാറ്റുണ്ടായി. വഞ്ചിയിൽ വെള്ളം കയറി. അവർ അപകടത്തിലായി. അവർ അടുത്തു വന്ന്, ഗുരു ഗുരു, ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു. അവ നിലച്ചു. ശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? അവർ ഭയന്ന് അത്ഭുതത്തോടെ അന്യോന്യം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റിനോടും വെള്ളത്തിനോടും ഇവൻ കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നല്ലോ. തുടക്കത്തിൽ നമ്മൾ കണ്ട ചോദ്യങ്ങളിലേക്കും അവയുടെ ഉത്തരങ്ങളിലേക്കും മടങ്ങി വരാം. ചോദ്യം 1. എത്ര ദുഷ്ടാത്മാക്കളാണ് മഗ്ദലേന മറിയത്തിൽ നിന്ന് വിട്ടുപോയിരുന്നത്? ഓപ്ഷൻ എ 3, ബി 7, സി 12. ഉത്തരം ഓപ്ഷൻ ബി 7. ചോദ്യം 2. യോവാന്ന ആരുടെ ഭാര്യയായിരുന്നു? ഓപ്ഷൻ എ കൂസായുടെ, ബി ജോനാഥന്റെ, സി ശിമയോന്റെ. ഉത്തരം ഓപ്ഷൻ എ കൂസായുടെ. ചോദ്യം 3. കൂസ എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്? ഓപ്ഷൻ എ ഹേറോദേസിന്റെ പരിചാരകൻ, ബി ഹേറോദേസിന്റെ സൈന്യാധിപൻ, സി ഹേറോദേസിന്റെ കാര്യസ്ഥൻ. ഉത്തരം ഓപ്ഷൻ സി ഹേറോദേസിന്റെ കാര്യസ്ഥൻ. ചോദ്യം 4. യേശുവിനെ അനുഗമിച്ച സ്ത്രീകളിൽ മഗ്ദലേന മറിയവും യോവാന്നയും കൂടാതെ മറ്റാരുടെ പേരാണ് സുവിശേഷകൻ പറയുന്നത്? ഓപ്ഷൻ എ സൂസന്ന, ബി വേറോനിക്ക, സി മർത്ത. ഉത്തരം ഓപ്ഷൻ എ സൂസന്ന. ചോദ്യം 5. ലൂക്ക 8-ാം അധ്യായം 4 മുതൽ 7 വരെ വാക്യങ്ങളുടെ ശീർഷകം എന്ത്? ഓപ്ഷൻ എ പാപിനിക്ക് മോചനം, ബി വിതക്കാരന്റെ ഉപമ, സി ദീപം മറച്ചു വെക്കരുത്. ഉത്തരം ഓപ്ഷൻ ബി വിതക്കാരന്റെ ഉപമ. ചോദ്യം 6. പാറമേൽ വീണ വിത്തുകൾക്ക് എന്താണ് സംഭവിച്ചത്? ഓപ്ഷൻ എ മുൾച്ചെടികൾ ഞെരുക്കിക്കളഞ്ഞു, ബി 100 മേനി ഫലം പുറപ്പെടുവിച്ചു, സി ഉണങ്ങിപ്പോയി. ഉത്തരം ഓപ്ഷൻ സി ഉണങ്ങിപ്പോയി. ചോദ്യം 7. വിതക്കാരന്റെ ഉപമയിലെ വിത്ത് എന്താണ്? ഓപ്ഷൻ എ ക്രിസ്തു, ബി ദൈവവചനം, സി മനുഷ്യഹൃദയം. ഉത്തരം ഓപ്ഷൻ ബി ദൈവവചനം. ചോദ്യം 8. ദീപം എവിടെയാണ് വെക്കുന്നതെന്നാണ് ഈശോ പറഞ്ഞത്? ഓപ്ഷൻ എ പീഠത്തിന്മേൽ, ബി മേശമേൽ, സി കട്ടിലിൽ. ഉത്തരം ഓപ്ഷൻ എ പീഠത്തിന്മേൽ. ചോദ്യം 9. ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആരാണെന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ എന്റെ ശിഷ്യന്മാർ, ബി എന്റെ സ്നേഹിതർ, സി എന്റെ അമ്മയും സഹോദരരും. ഉത്തരം ഓപ്ഷൻ സി എന്റെ അമ്മയും സഹോദരരും. ചോദ്യം 10. തടാകത്തിൽ കൊടുങ്കാറ്റുണ്ടായപ്പോൾ യേശു എന്തു ചെയ്യുകയായിരുന്നു? ഓപ്ഷൻ എ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു, ബി ഉറങ്ങുകയായിരുന്നു, സി തോണിയുടെ അമരത്ത് ഇരിക്കുകയായിരുന്നു. ഉത്തരം ഓപ്ഷൻ ബി ഉറങ്ങുകയായിരുന്നു. 2023 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 15-ാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങിവരാം. എല്ലാവർക്കും നന്ദി.